ആ എവിടെ 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 ബിക്ടിക്കിന്റെ പൈസ എവിടെ പൈസ ഉണ്ടാ എവിടെ കഴിഞ്ഞ മാസം അടിച്ചില്ല. നീ കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടില്ല കേട്ടാ. നീ ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഡേ പൈസ ആടേ ഒരു വർഷം കൊണ്ട് എടുക്കുന്നു, ഇതുവരെ നമുക്ക് അതൊക്കെ അടിക്കും. നിങ്ങളെല്ലാരും അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ എന്താ ചെയ്യാ? നിങ്ങൾ എനിക്ക് പൈസ അടിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സത്യമായിട്ട്. അടിക്കുമ്പോഴാദ്യം എനിക്ക് തരണം. ഇത്തവണ അടിക്കോ നമുക്ക്? എന്ത് ഉറപ്പല്ലേ? നമ്മൾ എപ്രാവശ്യം ഇങ്ങനെ പറയുന്നല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. 10 വർഷമായി പ്രവാസ ജീവിതം. നമ്മളെ എപ്പോഴും വിശ്വാസം അതാണ്. നന്നല്ലെങ്കിൽ നാളെ ശരിയാവും. അത്രല്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും നടക്കണമെങ്കിൽ നടക്കട്ടെ. ആയിക്കോട്ടെ. അങ്ങനെ 100 കിട്ടിയിട്ടുണ്ട്. 100 ഇക്കുറിയില്ല. അതെന്തോ എടാ ലാസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അതെന്ത് പറ്റി? ചിലപ്പോ അടിക്കുക കേസിലാവണ്ടേ? ഇങ്ങനെ പോയാല് ചിലപ്പോ ഈ പ്രാവശ്യം അടിക്കുക. പക്ക ധൈര്യമായിട്ട് എടുത്തോ. ഇതിനല്ല എല്ലാ പ്രാവശ്യം പറയുന്നത്. അത് നോക്കണ്ട. ഈ പ്രാവശ്യം എന്തായാലും നീ ധൈര്യമായിട്ട് കൊടുത്തു. എടുക്ക്, ധൈര്യമായിട്ട് എടുത്തോ. ഇക്കുറി എന്തായാലും അടിക്കും. നമ്മള് പോകാൻ നമ്മൾ സാധനം എടുക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടിയില്ല, കണ്ടില്ല, കേട്ടില്ല നമ്മളടുത്ത് പറയരുത്. ഇനി നിങ്ങൾ എന്താണ് നമ്മളടുത്ത് പറയാത്ത, എന്നെ കൂടെ എന്താണ് കൂട്ടാത്ത എന്നൊരു ചോദ്യം മാത്രം ചോദിക്കരുത്. നമ്മൾ അതിനു മുമ്പ് നിങ്ങളടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മള് എല്ലാ പ്രാവശ്യം എടുക്കുന്നതല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇക്കുറി അടിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അടുത്ത കൂടി അടിക്കും. ആ ഒരു മെയിൻറ്റാണ് നമ്മള് എല്ലാ പ്രാവശ്യം എടുക്കുന്ന കണക്കല്ല. തുറക്കുന്നില്ലല്ലോ. അത് പറയത്തില്ലേ, കാരണം കിട്ടിയാ കിട്ടി. തുറക്കുന്നില്ലല്ലോ. അൻവറെ ഉറപ്പിച്ചല്ലോ എന്തായാലും അല്ലെ. ഒരു കാര്യം ചെയ്യാം മുബാറക്കെ, പിന്നെ അവന്റെ ഷെയർ കൂടെ ഞാൻ തരാം. ഇപ്പൊ എന്താ വെച്ചാല് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 ഷെയർ കിട്ടുമല്ലോ. ഓക്കെ അല്ലേ മുബാറക്കെ? 200 2 ഷെയർ അവന്റെ ഷെയർ ഞാൻ തരാം. അവനില്ല 20 മില്യൺ ആണ്. 20 മില്യൺ കണ്ട, 20 മില്യൺ മലയാളികൾക്കാണ് അടിക്കുന്നത്. അറിയാമോ? 20 മില്യൺ. ഇത് നോക്ക്, കഴിഞ്ഞ മാസം അടിച്ചത് മലയാളികൾക്കാണ്. കണ്ട, 20 മില്യൺ. എന്തായാലും നമ്മള് വിടുന്നില്ല. അത് എന്തേ അവനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തായാലും പറ്റില്ല എന്ന് പറയാം. എന്തായാലും നമ്മൾ സാധനം എടുക്കാൻ പറ്റും. ലാസ്റ്റ് ആണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. അവനില്ലാന്ന് പറയുന്നത്. ഇനി വേണ്ട ചിലപ്പോ ഇത് അവനെ ഒഴിവായിട്ട് അടിക്കാനുള്ളതായിരിക്കും. ഒഴിവാക്ക്. നമ്മൾ എന്തായാലും അറിയാം അങ്ങനല്ല. നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്. ഇനി നീ ഇവിടെ അറബികളുടെ അടിമകളായിട്ട് ഇവിടെ തന്നെ കിടന്നു. എന്തായാലും നമ്മൾ എടുക്കാൻ പോവാണ്. അവനെ കഴിച്ചിലായ അല്ലെ അപ്പൊ ഞാൻ പോയി എടുക്കാണ്. അല്ല ഒരു മിനിറ്റ്. വേണ്ട അതല്ല, എന്തായാലും അടിക്കുമ്പോ ഫസ്റ്റ് എനിക്ക് തരണം. 20 മില്യൺ ആണ് കിട്ടിയാ നമ്മൾ കഴിച്ചില്ലായി. അത്രല്ല 20 മില്യൺ കൊടു. എന്റെ പൈസ ഇല്ല, ഞാൻ ഒരു ഷെയർ കൊടുത്തു. കൂടുതൽ അടിക്കുന്ന മലയാളികൾക്കാണ്. അറിയാമോ? തവണ നമ്മൾക്ക് വീണാലേ രക്ഷപ്പെട്ടല്ലോ. കഴിച്ചില്ലായ നമ്മളെല്ലാം കഴിച്ചില്ല. നിന്റെ കാര്യം എടുക്കും. എടാ ഈ എന്റെ ക്യാഷും അവന്റെ ക്യാഷും കൂടെ തന്നത് അടിച്ചു കഴിയുമ്പോ മുങ്ങിയ പിന്നെ നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ ഷെയർ ഞാൻ തരാം. അതിഞ്ഞിപ്പോ വേണ്ട, അവൻ കൊണ്ടുപോട്ട്. അതെ, വേണ്ട. അടുത്ത മാസം നോക്കിയാൽ അല്ലല്ല, നമ്മള് അടിക്കുമ്പോഴ് അവനും തരാം, ഞാനും തരാം, മുബാറക്കും തരും. നമ്മളത് തരാം. 4 ഷെയർ ആക്കാം. ഇനിയിപ്പോ വേണ്ട, വേണ്ട. അവൻ നോക്കില്ല. നോക്ക്, 20 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് 3 പേരും രക്ഷപ്പെട്ടു. 4 പേര് അല്ലല്ല, 4 പേരാണ്. എന്തായാലും ഇത് 20 മില്യൺ എന്ന് പറഞ്ഞോണ്ടല്ലേ എനിക്ക് അറിയത്. അങ്ങനെയല്ല, ചോദിച്ചത് എന്നോട്. നാട്ടിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞല്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. അതിപ്പോ 2 ദിവസം കഴിഞ്ഞ് ഇത് കിട്ടിയാലും കൊടുക്കാലോ. 2 ദിവസം അല്ല, 2 ദിവസമുണ്ട്. അല്ല ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നത്? വാങ്ങിക്കണോ അവന്റെ? കാരണം നമ്മള് ചോദിച്ചത് അത്രയും പറഞ്ഞില്ല. അളിയ നീ എന്ത് പറയുന്നത്? അവനാണ് ഷെയർ തന്നത്. ഇനിയിപ്പോ വേണ്ട, നീ ഒരു കാര്യം ചെയ്യേ. വേറൊരു പ്രശ്നമുണ്ട്. ഇവൻ മുങ്ങിയാ നമ്മൾ എവിടെ പോയി തിരക്കും? ഇവന്റെ പേരിലാണ് എടുക്കുന്നത്. അവിടെ പോയി നമുക്ക് തുർക്കിന്റെ വീട്ടിൽ പോയി തപ്പാം. നമുക്ക് പൊളിക്കാം. ഓക്കെ, എന്നും എടുക്കൂടാ. 3-ാം തീയതി.
അലുവ കഴിക്കല്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്തായാലും നാട്ടിൽ പോകാനുള്ളതാണ്. അടുത്ത മാസം നമുക്ക് നാട്ടിൽ പോവാം. അയ്യവ